ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അടോട്ടുകൈ എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. അവിടെ പള്ളിയിൽ പോകണം. അവിടെ മരുമകൻ്റെ മകളുടെ ആദ്യ കുർബാന സ്വീകരണമെന്ന ഒരു ചടങ്ങാണ്. അതിൽ പങ്കെടുക്കാൻ പോവുകയാണ്. വീൽ ചെയറിൽ വരുന്നതും വണ്ടിയിലേക്ക് കയറുന്നതുമൊക്കെ എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ്. ഒരു ഭിന്നശേഷിക്കാരൻ്റെ അതിജീവനം അതെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അതൊക്കെ നമുക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ കയറിയിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ടൗണിൽ നിന്നൊരല്പം താഴോട്ട് മാറി വീട് എന്നതുകൊണ്ട് ആ പ്രകൃതിയുടെ ഭംഗി, ആ ഗ്രാമീണതയുടെ ഭംഗി ഇപ്പോഴും അല്പമൊക്കെ ഇവിടെ അവശേഷിക്കുന്നു. മലപ്പുറം ജില്ലയിലുള്ള തോരപ്പ മുസ്തഫ എന്ന ഒരു ഭിന്നശേഷിക്കാരനാണ് വണ്ടി ഈ വിധം മോഡിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ ഒരു പ്രത്യേക ആംഗിളറിൽ ഘടിപ്പിച്ച് വണ്ടിയുടെ ഗിയറിൻ്റെ ആ ലിവറിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ മറുകൈ കൊണ്ട് ബാക്കിയെല്ലാം കൺട്രോൾ ചെയ്യണം. അത് ഡ്രൈവിംഗ് പഠിച്ച ഒരാൾക്ക് അനായാസം ചെയ്യാൻ കഴിയുന്ന വിധമാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വന്തം കൈകളിൽ സ്റ്റിയറിംഗ് ഭദ്രമാകുമ്പോൾ തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനസ്സിൻ്റെ കരുത്താണ് ഇവിടെ തെളിയുന്നത്. ലക്ഷ്യങ്ങളെക്കാൾ അത് നൽകുന്ന സ്വാതന്ത്ര്യമാണ് നമ്മൾ അതിലേക്ക് ആകർഷിക്കുന്നത്. 4 ചുവരുകൾക്കുള്ളിലോ വീൽ ചെയറിൻ്റെ പരിധിക്കുള്ളിലോ ഒതുങ്ങേണ്ടതല്ല ജീവിതം എന്ന് തിരിച്ചറിയുന്ന നിമിഷം. മാലക്കല്ല് എന്ന ടൗണിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. ടൗണ് ആകെ മാറിയിരിക്കുന്നു. കടകളും വാഹനങ്ങളും യാത്രക്കാരും അങ്ങനെ തിരക്കായി. ഫുട്ബോളിൻ്റെ ആവേശം ഇവിടെയുമുണ്ട്. ബ്രസീലും പോർച്ചുഗലും അർജൻറ്റീനയുമൊക്കെയാണ് പ്രധാന ഇഷ്ട രാജ്യങ്ങൾ. നെയ്മറും മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെയാണ് ഇഷ്ടതാരങ്ങൾ. ഇവിടെയും ഇവരുടേതൊക്കെ കൂറ്റൻ കട്ടൗട്ടുകൾ ഉയർന്നിട്ടുണ്ട്. റൊണാൾഡോയിൽക്കാണോ ഒരല്പം കൂടെ ആരാധകർ കൂടുതൽ എന്ന് സംശയിക്കും. അദ്ദേഹത്തിൻ്റെ കട്ടൗട്ടാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. പമ്പിൽ കയറി ആവശ്യമുള്ള പെട്രോളൊക്കെ അടിച്ച് യാത്ര മുന്നോട്ട് തന്നെ. വീൽ ചെയറിലായിരുന്നപ്പോൾ ജീവിതം തീർന്നു എന്ന് കരുതിയ ഒരിടത്തു നിന്നും ഈ യാത്രയുടെ തുടക്കം. നോക്കൂ, ഈ റോഡ് എത്ര മനോഹരമാണ്. വീൽ ചെയറിൻ്റെ പരിമിതികൾ ഈ കാറിനുള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ തന്നെ മറന്നു പോകാറുണ്ട്. ചുറ്റും നോക്കത്താ ദൂരത്തോളം പച്ചപ്പ് മാത്രം. സത്യത്തിൽ നമ്മുടെ നാടിനേക്കാൾ നല്ലൊരു സ്ഥലം ഈ ലോകത്ത് ഒരിടത്തും കാണില്ല. പറമ്പുകളും കുളങ്ങളും കുന്നുകളും എന്നു വേണ്ട എല്ലാം എത്ര മനോഹരമാണ്. സ്വർഗം ഇവിടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കള്ളാർ എന്ന സ്ഥലത്തെത്തി. അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം. പ്രശസ്തമായ മുത്തപ്പൻ മല എന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്.
ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിൻ്റെ കിഴക്കൻ മലയോരത്ത് റാണിപുരത്തിനും ഒരു 15 കിലോമീറ്റർ മുമ്പാണ് ഈ മുത്തപ്പൻമല എന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അങ്ങോട്ട് പോകും വഴിയാണ് ഈ അടോട്ടുകയ എന്ന സ്ഥലവും. ഞങ്ങളങ്ങോട്ട് കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനോഹരമായ റോഡിലൂടെ ഇങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോൾ ഉള്ളിൽ നിറയുന്നത് നന്ദി മാത്രമാണ്. പ്രതിസന്ധികളെ തളരാതെ കൂടെ നിന്നതിന്, എൻ്റെ കുറവുകളേക്കാൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് വില നൽകിയതിന്. അങ്ങനെ ലക്ഷ്യസ്ഥാനമായ അടോട്ടുകയ പള്ളിമുറ്റത്തെത്തി. എല്ലാവരും പള്ളിക്കകത്താണ്, ഞങ്ങളും അങ്ങോട്ട്. യാത്രകൾ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാട് പോകാനുണ്ട്.